ക്രെഡിറ്റ് കാർഡുകൾ എന്നാൽ നമ്മളെ വലിയ കടക്കണിയിലൊക്കെ ബാങ്കുകൾ വെച്ചിരുന്ന കെണിയാണോ, അതോ നമ്മുടെ കയ്യിൽ നിന്ന് ₹1 പോലും പോകാതെ ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വമ്പൻ ഫിനാൻഷ്യൽ ടൂളോ? ഈ കാർഡുകൾക്ക് പിന്നിൽ ആരും പറഞ്ഞ് ഞെട്ടുന്ന യാഥാർത്ഥ്യം ഇതാണ്. ലളിതമായി പറഞ്ഞാൽ ഒരു ക്രെഡിറ്റ് കാർഡ് എന്നത് 45 മുതൽ 50 ദിവസത്തേക്ക് ബാങ്ക് നമുക്ക് തരുന്ന ഒരു പലിശരഹിത വായ്പ മാത്രമാണ്. നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ബാങ്ക് നമ്മുടെ പേരിൽ കടക്കാരന് പണം നൽകുന്നു. പിന്നീട് കൃത്യസമയത്ത് നമ്മൾ ആ പണം ബാങ്കിലേക്ക് തിരിച്ചടയ്ക്കുന്നു. പിന്നെ എന്തുകൊണ്ടാണ് പലരും ഇതിനെ ഭയപ്പെടുന്നത്? ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ചാൽ വലിയ പലിശ ഈടാക്കുക എന്ന തെറ്റായ ധാരണ കൊണ്ടാണ് പലരും ഇതിൽ നിന്നും മാറി നിൽക്കുന്നത്. എന്നാൽ നിശ്ചിത തീയതിക്ക് മുമ്പ് നിങ്ങളുടെ ടോട്ടൽ എമൗണ്ട് ഡ്യൂ മുഴുവൻ അടച്ചു തീർത്താൽ ബാങ്കിന് 0% പലിശ മാത്രമേ നൽകേണ്ടി വരികയുള്ളൂ എന്നതാണ് ഒഫീഷ്യൽ ഡേറ്റ. ബാങ്കിൽ ഒളിച്ചു വെക്കുന്ന യഥാർത്ഥ ബില്ല് മിനിമം എമൗണ്ട് ഡ്യൂ എന്ന ഓപ്ഷനാണ്. ബില്ലിന്റെ വെറും 5% മാത്രം വരുന്ന ഈ തുക അടച്ചാൽ ബാക്കി തുകയ്ക്ക് മേൽ വർഷത്തിൽ 36% മുതൽ 42% വരെയുള്ള ഭീമമായ കോമ്പൗണ്ട് പലിശയാണ് ബാങ്ക് ഈടാക്കുന്നത്. ഈ കെണിയിൽ വീഴുന്നത് കൊണ്ടാണ് പലർക്കും ക്രെഡിറ്റ് കാർഡ് ഒരു ശാപമായി മാറുന്നത്. സുരക്ഷയുടെ കാര്യം എടുത്താൽ ഡെബിറ്റ് കാർഡിനേക്കാൾ എത്രയോ സുരക്ഷിതമാണ് ക്രെഡിറ്റ് കാർഡ്. കാരണം ഒരു തട്ടിപ്പ് നടന്നാൽ ഡെബിറ്റ് കാർഡിൽ നിന്ന് പോകുന്നത് നിങ്ങളുടെ സ്വന്തം അക്കൗണ്ടിലെ പണമാണ്. എന്നാൽ ക്രെഡിറ്റ് കാർഡിൽ പോകുന്നത് ബാങ്കിന്റെ പണമായതുകൊണ്ട് ബാങ്ക് അത് പെട്ടെന്ന് ലോക്ക് ചെയ്യുകയും നിങ്ങളുടെ പണം പൂർണ്ണമായി സുരക്ഷിതമാകുകയും ചെയ്യും. ബാങ്കിന്റെ സിസ്റ്റം ഉപയോഗിച്ച് നമുക്ക് എങ്ങനെ വലിയ ലാഭം ഉണ്ടാക്കാം? ഇതിനായി ഓട്ടോമാറ്റിക് സ്റ്റേറ്റ്മെന്റ് അലൈൻമെന്റ് രീതി ഉപയോഗിക്കുക. ഓർമ്മക്കുറവ് കൊണ്ട് ബില്ലടയ്ക്കാൻ വൈകരുത്. 1. നിങ്ങളുടെ ബാങ്കിന്റെ ആപ്പിൽ കയറി ക്രെഡിറ്റ് കാർഡ് ബില്ലിന്റെ ടോട്ടൽ എമൗണ്ട് ഡ്യൂ കൃത്യസമയത്ത് ഓട്ടോമാറ്റിക്കായി അടയ്ക്കാനുള്ള ഓപ്ഷൻ ഇപ്പോൾ തന്നെ ഓൺ ചെയ്ത് വെക്കുക. ഒരു കാലത്ത് മിനിമം തുക മാത്രം അടയ്ക്കരുത്. 2. നിങ്ങളുടെ മാസ വരുമാനത്തിൽ നിന്ന് മാറ്റിവെക്കുന്ന കറണ്ട് ബില്ല്, ഗ്രോസറി, ഇന്ധനം എന്നിവ മാത്രം ക്രെഡിറ്റ് കാർഡ് വഴി പേ ചെയ്യുക. ഇതുവഴി നിങ്ങളുടെ സിബിൽ സ്കോർ വൻതോതിൽ വർദ്ധിക്കുകയും ഭാവിയിൽ കുറഞ്ഞ പലിശയ്ക്ക് ഹോം ലോണുകൾ ലഭിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഒപ്പം ഫ്രീ എയർപോർട്ട് ലോഞ്ച് ആക്സസും റിവാർഡ് പോയിന്റ്സുകളും സ്വന്തമാക്കാം. നിങ്ങളുടെ അക്കൗണ്ടിൽ നിലവിൽ പണമില്ലാതെ ഒരു സാധനം ക്രെഡിറ്റ് കാർഡ് വെച്ച് വാങ്ങരുത് എന്ന ഒറ്റ നിയമം മാത്രം പാലിക്കുക. ക്രെഡിറ്റ് കാർഡ് ഒരു കെണിയല്ല, മറിച്ച് അച്ചടക്കത്തോടെ ഉപയോഗിച്ചാൽ ബാങ്കിന്റെ പണം കൊണ്ട് നമുക്ക് ലാഭം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വമ്പൻ ആയുധമാണ്. അതാണ് യഥാർത്ഥ ഫിനാൻഷ്യൽ ലോജിക്. വിപണിയിലെ ശാസ്ത്രത്തിലെ ഇത്തരം കണ്ണു തുറപ്പിയ രഹസ്യങ്ങൾക്കായി ഇപ്പോൾ തന്നെ ഫോളോ അടിക്കൂ. സ്റ്റേ ലോജിക്കൽ. ബൈ.